അത് വെറും റേസല്ല, പ്രൊഫഷണൽ പ്ലേയേഴ്സിന്റെ കൂടെ. അതെ, നമ്മുടെ ലോൺ കറിറ്റോ വന്നിട്ടുണ്ട്. എന്തെങ്കിലും കറിയ തേങ്ങ വീഡിയോ കണ്ടൊക്കെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കറിറ്റോ കൊണ്ടുപോകും. അല്ല, വിളിച്ചോ തിരിച്ചു വരാൻ വിചാരിച്ചത്. പ്രൊഫഷണൽസ് ഒക്കെ അങ്ങനെയാണ്. നമ്മൾ പ്രൊഫഷണൽ ആയ ആൾക്കാർ അങ്ങനെയാ. കാരണം ഇപ്പൊ താൻ നോമ്പിനെ പോലെ പോയില്ലേ, നമ്മൾ പ്രൊഫഷണലിൽ തിരിച്ചു വന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഇതിങ്ങനെയല്ല, അതങ്ങോട്ട് പോണം ചാടിയിട്ട് താനായിരുന്നു കറക്റ്റ്. ഒരു നിമിഷം തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, താനായിരുന്നു ശരി. ഭാഗ്യം, എന്റെ ഭാഗ്യം, എന്റെ ഭാഗ്യം. അവിടുന്ന് നേരെ പറഞ്ഞോളാനാ പറഞ്ഞ, നേരമൊക്കെ ഇട്ടുണ്ട്. വലിയൊരു തന്നെ കിട്ടിയല്ലേ, നേരെ പറഞ്ഞോളാൻ. ഇത് പറക്കില്ല, എങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. എന്താ പറയാ, ഞാൻ ശരിക്കും ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവും. ചിലപ്പോ അല്ല, ഇപ്പൊ കാണാൻ മനസ്സിലാകണോ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഇതായിരിക്കും കറക്റ്റ്. എപ്പോഴും ചെയ്യും, ഞാൻ കറക്റ്റ് എപ്പോഴാണോ ചെയ്യണം അപ്പോഴാണ് കറക്റ്റ്. ഇങ്ങനെ ഇതായാലും ഇരിക്കും. നമ്മള് ഇതിലൊരു 100 വഴികൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ പോവാം. ഇത് കാണാത്ര സിമ്പിളല്ല, മനസ്സിലായില്ലേ? ജെറി എത്ര പ്രൊഫഷണലാണ്, എന്തുകൊണ്ടാണ് ജെറിനെ ഇതിൽ കൂട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായ? ഫസ്റ്റ് ടൈം ജെറി ചെയ്തു, അതാണ് ജെറിയുടെ സ്കിൻ. ജെറിയെ പോലെ ഒരു കോഡ്രൈവറെ നമുക്ക് വേണ്ട. ഏതല്ലേ ഏതാ അവിടെ ചെന്നിട്ട് ഇത് രസമുണ്ട്. ഈ കളർ ഇട്ട കോമ്പിനേഷൻ അത്രയൊക്കെ കാണാണ്ടാവൂ. ഇത് നീ ചെയ്യാണ്ടാ, സൂക്ഷിച്ചില്ലേ? ഒട്ടുമില്ലല്ലോ. വേണ്ട തായി പറഞ്ഞ ടെൻഷൻ ആക്കിയിട്ട് തള്ളിയിടല്ലേ. വേണ്ട വേണ്ട, താൻ പറയുമ്പോ തന്നെ ഞാൻ ടെൻഷൻ ആവും. പിന്നെ അത്രയും ചെയ്യാൻ വയ്യ. ഓ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലാതായി പോയി. നല്ലിട്ടാലും വലിയ പ്രശ്നം ഉണ്ടായില്ല. രണ്ടാമത്തെ എമർജൻസി സിറ്റുവേഷൻ റേസായി. ഓ, ഇതിങ്ങനെയായിരുന്നല്ലേ. കണ്ടില്ലേ, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാകും. അങ്ങനെ നേരെ വരച്ചു വെച്ചിരുന്നത് ഇതത്ര വലിയ പണിയൊന്നുമില്ല. ഇത് ഇങ്ങനെ ചാടാനോ നേരെ വരച്ചു വെച്ചാണ്. ജീവിയെ പോലെ ന്യൂസൊക്കെ കളിക്കണ അതുകൊണ്ടായിരിക്കും. പോയില്ലേ സ്പിരിറ്റ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ ആള് വീഴുമ്പോൾ സ്പിരിറ്റ് ഇഷ്ടമല്ല. എനിക്ക് വേറെ വിഷം ഓർക്കണേ. എനിക്ക് എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ, സത്യം പറയട്ടെ. പക്ഷെ ഞാൻ പടച്ചു, എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ ചെക്ക് പോയിന്റ് കൊടുത്തു.
ഡേയ് ഞാൻ പാവാടാ. അയ്യേ എടേ ഫസ്റ്റ് ട്രൈയിൽ ചുമ്മാ നിർത്താണ്ട് എടുത്തറേ ഞാൻ. എനിക്ക് ആ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു വീഴുന്ന, അപ്പൊ ഞാൻ കണ്ണടച്ചെടുത്തതാ വേഗം പോവാഞ്ചിട്ട്. പ്രൊഫഷണൽ മൈൻഡ് സെറ്റ് ആടാ, അത് എല്ലാവർക്കും ഒന്നും ഇല്ലടാ. അതില്ല, ഞാനൊക്കെ പാവാടാ. ഞാൻ ലാസ്റ്റ് കണ്ടാണ് ജീവിക്ക് മാത്രം. ഇത് കൊള്ളാം, ഇതിൽ കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ട്, അത് ഇങ്ങനെ രസമുണ്ട്. അതിന് ഈ താഴെ ഇവിടെ എത്തി. ഞാൻ ഇവിടെ നിന്റെ നേരെ താഴെ ഓ ഏതറിയിച്ചത് കണ്ടാ. തട്ടാണ്ട് വരാ നായകന് വരണ്ടായിരുന്നു. നായകനിപ്പോ പക്ഷെ പോയാലല്ലേ നായകന് വരാൻ പറ്റുള്ളൂ. ഏതൊക്കെ റേഞ്ച് സാധനങ്ങളാ. നീ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഹാൻഡിന്റെ സെയിം കളറുള്ള വണ്ടിയാ, അതുകൊണ്ടായിരിക്കും ബാധ നിന്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് കേറി പോടാ. അങ്ങനെ പോവാൻ പറ്റില്ലടേ, വണ്ടി വഴക്കാ. പതുക്കെ എടുത്തു കഴിഞ്ഞാലേ വണ്ടി ഒരു മാതിരി വഴുക്കും. പതുക്കെ എടുത്താ എത്തത്തില്ല. ഓക്കെ. ചെക്ക് പോയിന്റ് എടുക്കട്ടെ. ചെക്ക് പോയിന്റ് ഇല്ല, ഇവിടെ അത് ഭയങ്കര റിസ്കി ആയിരുന്നു. അത് ഞാൻ അത്രയും റിസ്ക്, എമർജൻസി ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലായിരുന്നു ഞാൻ പതുക്കെ വന്നേനെ. ചെക്ക് പോയിന്റ് എടുത്താലേ എനിക്ക് ശ്വാസം വീഴുള്ളൂ. ഇനി എനിക്ക് കോൺഫിഡന്റ് ഉള്ളൂ, അതൊരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നില്ല. ആ സാധനം ഒന്നോണം ചെയ്യുന്നേരം ആലോചിച്ച് നോക്കിയാൽ കിട്ടില്ലായിരിക്കില്ലേ. അയ്യോ ഈ മണ്ടം പോകുന്ന അതിന്റെ കൂടെ ഞാനും ചീർത്തി ആടിയല്ലോ ദൈവമേ. അയ്യോ പൊട്ടന്മാര്. ഞാനേ നിനക്ക് ബോധമുണ്ടെന്ന് ഓർത്തോണ്ട് കൂടെ വന്നതാ. എങ്ങടെ പോണ്ടേ? ഇതേ പോണ്ടത് ഇങ്ങോട്ടാ. ബാ എന്റെ അമ്മ അങ്ങനെയാ. കടക്കാരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? അയ്യോ അവിടെ ലാൻഡ് ചെയ്താൽ മതിയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. നീ അവിടെ കടയില് വിശേഷമൊക്കെ പറയാൻ പോയി. ഉപ്പുവെള്ളം ഇന്ന് കടലിൽ കുറവുണ്ട്. എന്താ ബാക്കി എല്ലാം നീ കുടിച്ചാ? ബാക്കി എന്റെ വായയിലാണല്ലോ. ഇതിപ്പോ കടക്കാരനെ വെച്ച് എന്താ ചെയ്യേണ്ടി വരില്ല ദൈവമേ. കടയിലുള്ള പഴവും തിന്ന് വഴിയിലുള്ള വെള്ളവും കുടിച്ച് അവസാനം അവിടെ മലന്ന് കിടപ്പുണ്ടിരുന്നു. അയ്യോ അയ്യോ. മിസ്റ്റർ ദിർദീഷ് കുമാർ യാദവ് എന്നാണ് ഇവന്റെ ഫുൾ നെയിം. അയ്യോ വന്നോട്ടോ. ഞാൻ പറഞ്ഞ പോയേ നോക്കി വരണം. അവിടെ തൊളയാണേ. എടേ ജയിക്കാറായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ, പാവങ്ങള് വരുന്നേ. ഒരു പാവം വരുന്നേ. അങ്ങനെ അറിഞ്ഞിട്ട് കുഴിയിൽ ചാടുന്ന ആൾ അല്ലേ? അതാണ് ഈ ഒരു 4 എണ്ണം കൊണ്ട്. നേരത്തെ ഞാൻ പെട്ടെന്ന് എത്തിയതാടേ, പക്ഷെ ഈ വണ്ടി എന്നെ തട്ടിയിട്ടു. ആണല്ലേ? ഒന്നോടെ ബാക്കിയുള്ള വെള്ളം കൂടെ കൂടി ഞാൻ ഇന്ന് ഇവിടുന്ന് പോയിരുന്നു തോന്നണല്ലേ. പോയി കടലിലെ ആഴം കുറച്ച് കുറഞ്ഞേക്കുന്നതായി നമുക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഈ തെറാപ്പിസ്റ്റ് എന്ന പേരുള്ള യൂട്യൂബർ മുങ്ങിത്തപ്പിയതാണ്. എന്തോരം മീൻ പിടിച്ചിട്ടും മതിയാവാത്തതാണ് കാരണം എന്നാണ് ഇപ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിരിക്കുന്നത്. പൂർവാധികം ശക്തിയോടെ ഫുൾ ശക്തിയും ആവാഹിക്കുന്ന ഈ ശക്തിയുടെ പേര് GT. എന്നെ ഒന്ന് ഇവിടുന്ന് കരകയറ്റു ദൈവമേ. ഇത് തേങ്ങയല്ല, ഇത് തേങ്ങാ കുലയുമല്ല. തേങ്ങാ കുലകളാടുന്നു. ഇങ്ങനെ പോയ വെള്ളത്തിൽ പോയി ആടേണ്ടി വരും. ചെന്തെങ്ങിൻ തേങ്ങാ കുലകളാടുന്നു. ആടി ചെന്തെങ്ങിന്റെ കൊലക്ക് ഇങ്ങനെ സുഖമാണോടാ? ഇതില് ഞാൻ ജയിക്കും. ഈ വണ്ടിക്ക് ഭയങ്കര പവറാട്ടാ, പറയാതിരിക്കാൻ വയ്യല്ലോ. അതാണ് പ്രശ്നം. പിന്നല്ലാണ്ടെന്താ? കണ്ടാ പറഞ്ഞില്ലേ ശക്തി പ്രാപിച്ചു എന്ന് ഞാൻ. ഈ ശക്തി പ്രാപിച്ച ഇവന്റെ പേര് GT. എങ്ങനെയാണോ പോണ്ടേ? പോയേ ചാടി ചാടി ചാടി.
ഇങ്ങനെയല്ല. അയ്യോ അയ്യോ! അയ്യോ പണിപാടി പ്രാപിച്ചോടാ. താൻ ജയിച്ചാ? ജയിച്ചിട്ടില്ലല്ലോ. ഭാഗ്യം. ചെടി പോയി നിന്നു. ആ ചെടിയിൽ ഇടിച്ചു നിന്ന് ഭാഗ്യത്തിന് കൺട്രോൾ പോയതാ. ഞാൻ വിചാരിച്ചു താൻ ജയിച്ചു. സോ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. ജെറിയുടെ ചാനലിൽ വേറൊരു റേസ് വരുമായിരിക്കും. വരുമോ ഇല്ലേ അറിയില്ല.